വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ. വി ഡി സതീശൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങാണ്. വി ഡി സതീശൻ എന്നല്ല അദ്ദേഹം ഉപയോഗിച്ചത്. അതിന് പകരമായി വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്നാണ് ഉപയോഗിച്ചത്. വടശ്ശേരി ദാമോദര മേനോൻ എന്ന വാക്കിൻ്റെ ചുരുക്കമാണ് വി ഡി എന്നത്. വി ഡി സതീശൻ എന്നാണ് മുഖ്യമന്ത്രി അറിയപ്പെടുക. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. നേരത്തെ MLA ആയി നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഘട്ടത്തിലെല്ലാം വി ഡി സതീശൻ എന്ന് തന്നെയാണ് ഉപയോഗിച്ചത്. പിന്നെന്തിന് ഇപ്പോൾ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്നുപയോഗിച്ചു? ഇത് കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇപ്പോഴിതാ വടശ്ശേരി ദാമോദര മേനോൻ സതീശനെ കളിയാക്കിക്കൊണ്ട് ജിൻഡോ ജോൺ രംഗത്ത് വന്നു. ഡോക്ടർ ജിൻഡോ ജോൺ, അദ്ദേഹം കോൺഗ്രസിൻ്റെ വക്താവാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വടശ്ശേരി ദാമോദര മേനോൻ സതീശനെ കളിയാക്കുകയാണ്, ട്രോളുകയാണ്. നമുക്ക് ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഒന്ന് നോക്കാം. തേക്കുംകാട്ടിൽ ജോൺ റോമൻ കാത്തലിക് ജിൻഡോ എന്നല്ല. തേക്കുംകാട്ടിൽ ജോൺ റോമൻ കാത്തലിക് ജിൻഡോ എന്നല്ല, ജിൻഡോ ജോൺ അത് മതി. അങ്ങനെ അറിയപ്പെട്ടാൽ മതി. അതല്ലേ അതിൻ്റെ ഒരു ബ്യൂട്ടി. പഞ്ച് ഇത്തിരി കുറഞ്ഞാലും ജാതിവാലുകൾ ചുമക്കാത്ത കോൺഗ്രസ് ആകുന്നതാണ് കുറേ കൂടി ഇൻക്ലൂസീവ്. എൻ്റെ രാഷ്ട്രീയം എൻ്റെ ബോധ്യങ്ങൾ കൂടിയാണ്. ഒരല്പം ലെഫ്റ്റ് ആയൊരു കോൺഗ്രസ് ബോധ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചിരിച്ചുകൊണ്ട് വിരൽ ചൂണ്ടി നിൽക്കുന്ന ഒരു ഫോട്ടോയും കൂടി ഫേസ്ബുക്ക് പോസ്റ്റോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. ഒന്നുകൂടി നോക്കാം. തേക്കുംകാട്ടിൽ ജോൺ റോമൻ കാത്തലിക് ജിൻഡോ എന്നല്ല എന്നാണ്. ഡയറക്റ്റായിട്ട് നേരിട്ട് വി ഡി സതീശനെ കളിയാക്കുകയാണ്, വിമർശിക്കുകയാണ്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്നല്ല വേണ്ടത് എന്ന് കൃത്യം പറഞ്ഞു വെക്കുന്നു. വി ഡി സതീശൻ എന്നു മതി, അതായിരുന്നു നല്ലത് എന്ന് പറയുകയാണ് ഡോക്ടർ ജിൻഡോ ജോൺ ചെയ്യുന്നത്. ഇതുവരെ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്നുപയോഗിച്ചതിനെ വിമർശിച്ചുകൊണ്ട് ആരും രംഗത്ത് വന്നിട്ടില്ല. പരസ്യമായും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി രഹസ്യമായി കോൺഗ്രസ് നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നുണ്ട് എങ്കിലും പരസ്യമായി ആരും പറഞ്ഞിട്ടില്ല. രഹസ്യമായി കോൺഗ്രസ് നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ കളിയാക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ആരും പരസ്യമായി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്ത് വന്നിരിക്കുകയാണ് KPCCയുടെ വക്താക്കളിൽ ഒരാളായ ഡോക്ടർ ജിൻഡോ ജോൺ. അദ്ദേഹം പറയുകയാണ്, ജിൻഡോ ജോൺ അത് മതി എന്ന് വെച്ചാൽ എൻ്റെ പേര് ജിൻഡോ ജോൺ എന്നാണ്, അത് മാത്രം മതി. അങ്ങനെ അറിയപ്പെട്ടാൽ മതി. അതല്ലേ അതിൻ്റെ ഒരു ബ്യൂട്ടി. പഞ്ച് ഇത്തിരി കുറഞ്ഞാലും ജാതിവാലുകൾ ചുമക്കാത്ത കോൺഗ്രസ് ആകുന്നതാണ് കുറേ കൂടി ഇൻക്ലൂസീവ് എന്ന്. കുറച്ചുകൂടി ഇൻക്ലൂസീവായ കോൺഗ്രസ് പ്രവർത്തകനും നേതാവുമായി മാറുന്നത് ആരാണ്? ജാതിവാലകൾ ഇല്ലാത്ത പേരുപയോഗിക്കുന്ന ആളാണ്. അതാണ് അതിൻ്റെ ബ്യൂട്ടി. എന്ന് വെച്ചാൽ ഡയറക്റ്റായി മേനോൻ എന്ന പേര് വെച്ച് രംഗത്ത് വന്ന വി ഡി സതീശനെ വിമർശിക്കുകയാണ് ജിൻഡോ ജോൺ ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, എൻ്റെ രാഷ്ട്രീയം എൻ്റെ ബോധ്യങ്ങൾ കൂടിയാണ്. ഒരല്പം ലെഫ്റ്റ് ആയൊരു കോൺഗ്രസ് ബോധ്യം. എൻ്റെ രാഷ്ട്രീയം എന്നത് എൻ്റെ ബോധ്യമാണ്. അത് ജിൻഡോ ജോൺ എന്ന് മാത്രം മതി. ഡോക്ടർ ജിൻഡോ ജോൺ എന്ന് മാത്രം മതി എന്ന്. വി ഡി സതീശൻ എന്നത് മാത്രം മതി. അതല്ലേ അതിൻ്റെ ബ്യൂട്ടി, അതല്ലേ അതിൻ്റെ പഞ്ച് എന്ന് പറയുകയാണ് ഡോക്ടർ ജിൻഡോ ജോൺ. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയായിരിക്കുന്ന വി ഡി സതീശനെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് KPCCയുടെ വക്താവ് രംഗത്ത് വരുന്നത്? വക്താവിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അതാണ് അതിൻ്റെ രാഷ്ട്രീയം. അതാരാണ്? മറ്റാരുമല്ല, KC വേണുഗോപാൽ. KC വേണുഗോപാലിനെതിരെ പ്രകടനം നടക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ആക്രമണം നടക്കുന്നു, സൈബർ ആക്രമണം നടക്കുന്നു. ആ ഘട്ടത്തിലെല്ലാം KC വേണുഗോപാലിന് വേണ്ടി ടെലിവിഷൻ ചാനലുകളിൽ സംസാരിച്ച, വാദിച്ച വ്യക്തിയാണ് ഡോക്ടർ ജിൻഡോ ജോൺ എന്ന KPCC വക്താവ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് MLA-മാരുടെ ഭൂരിപക്ഷ പിന്തുണയുണ്ടായിരുന്ന KC വേണുഗോപാലിനെതിരെ ആസൂത്രിതമായ പ്രചാരണം സംഘടിപ്പിച്ചു കേരളത്തിൽ. ഒരു വസ്തുതയാണത്. പ്രകടനങ്ങൾ നടന്നു, പോസ്റ്ററുകൾ, ബാനറുകൾ, സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിൽ സമ്മർദ്ദ തന്ത്രങ്ങൾ, ഇതെല്ലാം നടന്നു. ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗിനെ രംഗത്തിറക്കി അവസാന കളി കളിച്ചു വി ഡി സതീശൻ. ആ ഘട്ടത്തിലെല്ലാം KC വേണുഗോപാലിനെ ന്യായീകരിച്ചുകൊണ്ട് ടെലിവിഷൻ ചാനലുകളിൽ സംസാരിച്ച ആളാണ് ഡോക്ടർ ജിൻഡോ ജോൺ. അതുകൊണ്ട് തന്നെയാണ് കിട്ടിയ അവസരത്തിൽ കിടക്കട്ടെ ഒരു കുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ ജോൺ രംഗത്ത് വന്നത്. ഏതായാലും ജിൻഡോ ജോണിൻ്റെ ഈ പരാമർശം ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്തിന് വി ഡി സതീശൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്നുപയോഗിച്ചു എന്നതും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്.
മതം ഹിന്ദുവാണ് വി ഡി സതീശൻ്റേത് എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ മേനോനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണോ ആ ജാതിവാൽ വിളിച്ചു പറഞ്ഞത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോട് കൂടിയാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായത് എന്ന ഒരു ചർച്ച കേരളത്തിൽ നടക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഏറ്റവും കൂടുതൽ വി ഡി സതീശന് വേണ്ടി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹിന്ദുവാണ് എന്നും. അതിനുശേഷം അദ്ദേഹം ഞാൻ വെറും ഹിന്ദു മാത്രമല്ല മേനോൻ കൂടിയാണ് എന്ന് പറയാൻ കിട്ടിയ അവസരം ഉപയോഗിച്ചതാണോ എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചർച്ചകൾ. എന്തായാലും ഡോക്ടർ ജിൻഡോ ജോണിൻ്റെ ഈ പരാമർശം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ മുഖ്യമന്ത്രി ആയതിനു ശേഷം വി ഡി സതീശനെതിരെ ഉയരുന്ന ആദ്യത്തെ പരസ്യ വിമർശനം എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം.